വിഷ്ണു സുരേഷ് ചെമ്പുക്കാവ് ക്ഷേത്രത്തിലാണ് ഉണ്ടായിരുന്നത്. അവിടെ വിഷ്ണു പറയുകയുണ്ടായി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഉടൻ അവിടെ എത്തും. ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന് പറയുന്നത് വലിയ ഫാൻ ബേസ് ഉള്ള ഒരു കൊമ്പനാണ്. അപ്പോൾ വളരെയധികം ആളുകൾ അവിടെ ഉണ്ട് എന്ന് വിഷ്ണു പറഞ്ഞിരുന്നു. വിഷ്ണുവിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. വിഷ്ണു, തെച്ചിക്കോട്ട് രാമചന്ദ്രൻ അവിടേക്ക് എത്താറായോ? എങ്ങനെയാണ് വിവരങ്ങൾ? അനൂപ് എത്തിയിട്ടില്ല. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ വലിയൊരു തിരക്ക് നമുക്ക് കാണാൻ. ഞാൻ നേരത്തെ ക്ഷേത്രത്തിന് വാതിക്കലാണ് നിന്നിരുന്നത്. പക്ഷേ ഇവിടെയാണ് രാമൻ എത്തുക. അപ്പോൾ രാമനെ ഇവിടെ നിന്ന് ആനയിച്ചു കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പൂരത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച അത് ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇവിടെ നിന്ന് തേക്കിൻകാട് മൈതാനത്തിലേക്ക് പോവുകയും കിഴക്കേ ഗോപുര നടവഴി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് കയറി അവിടെ നിന്ന് പുറത്തേക്ക് തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങുന്നതുമാണ് ഈ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷത്തേക്ക് കാഴ്ച. ഇത്തവണയും ആ കാഴ്ച പ്രൗഢഗംഭീരമായി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അല്പസമയത്തിനകം തന്നെ രാമൻ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക് വലിയൊരു കാത്തിരിപ്പാണ് അല്ലേ നിങ്ങളെ സംബന്ധിച്ച്? ഞാൻ തെച്ചിക്കോട്ടെ അവൻ്റെ ആളാ അല്ല അവൻ ആളെ സംസാരിച്ചു കുഴപ്പമൊന്നുമില്ല സംസാരിച്ചു. ഇത് എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ആന ഇവിടുന്ന് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ചെമ്പുക്കാവ് ജംഗ്ഷനിൽ എത്തിപ്പോൾ 5 മിനിറ്റിലൂടെ എത്തും. എല്ലാവരും ആനയെ സ്വീകരിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഒരു പ്രദർശനം വെച്ച് അതിനുശേഷം എഴുന്നള്ളിപ്പിൻ്റെ നടപടികളൊക്കെ തുടങ്ങും. രാമനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്? അത് ഇവിടെ ധാരാളം രാമൻ്റെ ഫാൻസ് ഉണ്ട്. അതന്നെ തൃശ്ശൂരുകാർക്ക് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ്റെ ജീവനാണ്, വികാരമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇപ്പം ഞങ്ങൾ ഇത് ഏറ്റെടുത്തതാണ്. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ആന മാത്രമല്ല, അതൊരു വികാരമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച്. 1964 ജനനം, 84 ദേവസ്വത്തിൻ്റെ കീഴിലേക്ക് എത്തുന്നു, പേരാമംഗലം ദേവസ്വത്തിൻ്റെ കീഴിലേക്ക് എത്തുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ചരിത്രമാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഈ ഗജമേഖലയിൽ സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 326 സെൻറ്റിമീറ്ററാണ് ഇരിക്കസ്ഥാനത്ത് നിന്നുള്ള ഉയരം. അത് തന്നെ സൂചിപ്പിക്കുന്നത് എത്രമേൽ അഴകുള്ള ആനയാണ് രാമൻ എന്നുള്ളതാണ്. രാമൻ്റെ ഫാൻസുകാരൊക്കെ ഒരുപാട് പേർ ഇവിടെ ഉണ്ട്. ചേട്ടാ, രാവിലെ വന്ന രാമനെ കാണുക എന്നുള്ളതാണോ? അതെ അതെ, അതാണ്. ഭയങ്കര ഫാനാണോ? ആ, കുഴപ്പമില്ല. അതെ, 4:30 വന്നാണ്. 4:30 വന്നാണ് അവിടെ. രാമനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒരു ആനപ്രേമി എന്ന രീതി? നല്ല അഭിപ്രായമാണ്. ഫാമിലി ഉണ്ട്. നിങ്ങൾ രാവിലെ എത്തിയതാണോ? അതെ, ഞങ്ങളിവിടെ തൊട്ടടുത്താ താമസിക്കുന്നത്. രാമൻ ചെമ്പുകാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നതിന് എങ്ങനെയാണ് നോക്കുക? വലിയ സന്തോഷമാണ്, അത് ഭയങ്കര കാഴ്ചയാണ് അല്ലേ? അത് വലിയൊരു സന്തോഷമാണ്. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഗജന്മാരിലെ ഏറ്റവും വലിയ ആനയാണ്. പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുക എന്ന് പറഞ്ഞാൽ അത് ഡബിൾ സന്തോഷമാണ്. ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നാണ് വിശേഷണം. അതിന് ഏറ്റവും അനുയോജ്യമായ, അല്ലെങ്കിൽ ആ വിശേഷണത്തിന് ഒട്ടും തന്നെ തെല്ലും തന്നെ പുറകിലോട്ട് പോകാൻ പറ്റാത്ത ഒരു ആനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ആ രാമൻ്റെ വരവിനായി വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ. 8 മണിയോടുകൂടി ആയിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ 7 മണിയോടുകൂടി ഇവിടെ നിന്ന് പുറപ്പെടും, എഴുന്നള്ളിപ്പുമായി പുറപ്പെടും. അതിനുശേഷം വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് രാമൻ എത്തുന്നു. കിഴക്കേ നടവഴിയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രദർശിക്കുക. വടക്കുംനാഥനെ വണങ്ങിയ ശേഷം തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങും. 2014 മുതൽ 2020 വരെയുള്ള കാലയളവിൽ തെക്കേ ഗോപുര നട തള്ളി തുറക്കുക അല്ലെങ്കിൽ തെക്കേ പൂരത്തിൻ്റെ വിളംബരം നടത്തിയിരുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു. പക്ഷേ അതിനുശേഷം 2021-26 വരെ എറണാകുളം ശിവകുമാറാണ് ഇപ്പോൾ ആ ദൗത്യം നടക്കുന്നത്. പക്ഷേ ഈ കാഴ്ച, അതായത് നമ്മൾ ഈ റീൽസിലൊക്കെ വളരെ വൈറലാകുന്ന ഒരു കാഴ്ചയുണ്ട്. തെക്കേ ഗോപുര നട തള്ളി തുറന്ന് നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പുമായി ആന പുറത്തേക്ക് വരുന്ന ദൃശ്യം, ആ ദൃശ്യം അല്ലെങ്കിൽ അതിന് ഇത്ര ഭംഗിയുണ്ട് എന്ന് കാണിച്ചു തന്നത് അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ആ തെക്കേ നട തുറന്നുള്ള വരവാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതൊരു ഒന്നൊന്നര കാഴ്ചയാണ്. ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണിത്. അല്പസമയത്തിനകം തന്നെ രാമൻ ഇങ്ങോട്ടേക്ക് എത്തും. ചെമ്പുകാവ് ജംഗ്ഷനിലേക്ക് ആ വാഹനം എത്തിയിട്ടുണ്ട്. ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഏറ്റവും പ്രായം കൂടിയ ആന കൂടിയാണ്, അപ്പോൾ അതിന് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അനൂപ്, യെസ്, അത് തന്നെയാണ് ഈ തെക്കേ ഗോപുര നട തുറന്നു വരുന്ന രാമൻ്റെ ആ വിഷയം അത് ഏറെ പ്രശസ്തമാണ്. ഈ പറഞ്ഞതുപോലെ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ റീലുകളിലൊക്കെ വളരെ വലിയ ആഘോഷമായി ഇപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വിഷ്വൽസാണ്. അപ്പോൾ എന്തായാലും ആ കാഴ്ചയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. രാമൻ തെക്കേ ഗോപുര നട തള്ളി തുറന്ന് വന്ന് ഈ കാണികളെ തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ
അവരെ വരവേൽക്കുന്നത് നമുക്ക് കാണാൻ എന്തായാലും ഇന്നും സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.